യോഹന്നാൻ എഴുതിയ സുവിശേഷം. പേപ്പറും പേനായും ഒക്കെ ഉള്ളവരെടുക്കുക, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതിൻ്റെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 20-ാമത് അധ്യായത്തിൻ്റെ 31-ാമത്തെ തിരുവചനം. യോഹന്നാൻ 20:31. വിശ്വസിക്കേണ്ടതിനും യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പം ഈ യോഹന്നാന്റെ സുവിശേഷം എഴുതിയതിൻ്റെ ഉദ്ദേശം അവിടെ കാണുകയാണ്. യേശു ദൈവപുത്രൻ നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവിടുത്തെ നാമത്തിൽ നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടത്, അതിനാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുക. എല്ലാവരും ചേർന്ന് പറഞ്ഞ് യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവിടുത്തെ നാമത്തിൽ നമുക്ക് ജീവനുണ്ടാകണം. അപ്പം യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ വിശ്വസിച്ച് നാം വായിക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, അത് വിശ്വസിച്ച് വായിച്ചാലാണ് ജീവനാകുന്നത്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, എന്നാൽ രക്ഷിക്കപ്പെടും നമുക്കത് ദൈവശക്തിയാണ്. കർത്താവായ യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ എന്തു ചെയ്യും? രക്ഷിക്കപ്പെടും. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചും പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ഒന്നാമത്തെ കാര്യം, യേശു ദൈവപുത്രൻ എന്ന് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് അത് വായിക്കുമ്പോൾ അവൻ്റെ നാമത്തിൽ അത് ജീവനുണ്ടാകും. അതുകൊണ്ടാണ് കർത്താവ് യോഹന്നാനിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ജീവൻ തരുവാനും സമൃദ്ധിയായി തരുവാനും, ജീവൻ തരുവാനും അത് സമൃദ്ധിയായി തരുവാനുമാണ് ഞാനിത് എഴുതിയിരിക്കുന്നതെന്ന് കാണുക. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു 1 മുതലുള്ള അധ്യായങ്ങളെ നമുക്കൊന്ന് ചെറുതായിട്ട് ധ്യാനിക്കാം. അതുകൊണ്ടാണ് ഞാൻ എഴുതാൻ പറഞ്ഞു, അല്ല മറന്നുപോകും. 1-ാം അധ്യായത്തിൽ കാണുന്നു. 1-ാം അധ്യായത്തിൽ പറയുകയാണ്, ഈ യോഹന്നാൻ്റെ സുവിശേഷമാണ് ഏറ്റവും ഒടുവിലായിട്ട് എഴുതുന്ന സുവിശേഷം. മത്തായി, മർക്കോസ്, ലൂക്കോസ് എഴുതിയതിന് ശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം എഴുതുക. അതുകൊണ്ട് തന്നെ മറ്റ് സുവിശേഷകർ എഴുതിയിട്ടുള്ള പല കാര്യങ്ങളും സുവിശേഷകൻ ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റ് സുവിശേഷകർ എഴുതാത്തത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒമിഷൻസ് ആൻഡ് അഡീഷൻസ് ക്യാൻ ബി സീൻ ഇൻ ജോൺസ് ഗോസ്പൽ. ഒമിഷൻസും ഉണ്ട്, പിന്നെ അഡീഷൻസും ഉണ്ട്. എന്തുകൊണ്ടാണ് ഒമിഷൻസ് ചെയ്ത് മറ്റ് 3 പേരും പറഞ്ഞത് ഒരു പക്ഷേ യോഹന്നാൻ ഒഴിവാക്കി, 3 പേരും പറയാത്തത് യോഹന്നാൻ ആഡ് ചെയ്ത് അന്നത്തെ ആ ജോനൈൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സുവിശേഷം എഴുതുമ്പോൾ അതിൻ്റെ ഒറിജിനൽ റീഡേഴ്സുണ്ട്. ആദ്യ വായനക്കാർ കൂടെ അതിൻ്റെ കോണ്ടെക്സ്റ്റൂടെ മനസ്സിലാക്കിയാണ് ഇത് എഴുതുക. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണുന്ന കർത്താവിൻ്റെ പ്രീ എക്സിസ്റ്റൻസാണ്. സുവിശേഷകരൊക്കെ കർത്താവിൻ്റെ ജന്മം മുതലും അല്ലെങ്കിൽ വംശാവലിയിലൊക്കെ എഴുതുമ്പോൾ ഇച്ചിരൂടെ പുറമോട്ട് പോവുകയാണ് യോഹന്നാൻ. ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അല്ലേ? ഉളവായതെല്ലാം കർത്താവ് മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവന് ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അപ്പോൾ യോഹന്നാൻ്റെ ചില തീമുകളാണ്. യോഹന്നാൻ്റെ ചില തീമുകളിലൊന്നാണ് വെളിച്ചമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പിന്നെ ജീവൻ, അതും നമ്മൾ കാണുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടത്, അത് സമൃദ്ധി. പ്രധാനമായിട്ടൊരു തീമാണ് വെളിച്ചം എന്നൊക്കെ പറയുക. ഈ ഭാരതീയ ചിന്തകളിലൊക്കെ വെളിച്ചത്തിന് വേണ്ടി അന്വേഷണമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു ഭാരതീയ സൂക്തമുണ്ട്, തമസോമ ജ്യോതിർഗമയ. എന്താണ്? ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക്, മൃത്യോമ അമൃതഗമയ, തമസോമ ജ്യോതിഗമയ, അല്ലേ? ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം, മരണത്തിൽ നിന്ന് ഞങ്ങളെ ജീവനിലേക്ക് കൊണ്ടുവരണം. അസത്തോമ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് ഞങ്ങളെ. ഇതെല്ലാം യോഹന്നാൻ പറയുന്നുണ്ട്. യോഹന്നാൻ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനാർത്ഥം, അല്ലേ? അസത്തോമ സദ്ഗമയ, മൃത്യോമ അമൃതംഗം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും ഇത് എഴുതിയിരിക്കുന്നു, അല്ലേ? മൃത്യോമ അമൃതംഗമയ, പിന്നെ തമസോമ ജ്യോതിർഗമയ, വെളിച്ചം. അപ്പോൾ എല്ലാവരും ഈ വെളിച്ചത്തിന് വേണ്ടിയൊക്കെ ഉള്ളൊരു അന്വേഷണമാണ് എല്ലായിടത്തും കാണുക. ഏതോ ഒരു ലൈനുണ്ട്, പഴയൊരു പാട്ടാണ്, സിനിമയാന്ന് തോന്നും. വിളക്ക് മരമേ എങ്ങനെയായിരുന്നത്? വിളക്ക് മരമേ വെളിച്ചം ഉണ്ടോ? വെളിച്ചമുണ്ടോ? ഉത്തരം ക്രിസ്തുവാണ്. വിളക്ക് മരമേ വെളിച്ചമുണ്ടോ? ആൻറ്റി സിനിമ കണ്ട ആൻറ്റിയാണ്, കവിത ഇഷ്ടപ്പെടുന്ന ആൻറ്റിയാണ് എന്ന് മനസ്സിലായല്ലോ. അപ്പം
വിളക്കും വരമേ വെളിച്ചമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം ക്രിസ്തുവാണ്. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം എവിടെ പ്രകാശിക്കുന്നു? ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുട്ടോ അതിനെ പിടിച്ചടക്കില്ല. അപ്പോൾ ഇരുട്ടിൻ്റെ ഒരു പ്രത്യേകത, ഇരുട്ടിന് സ്വയാസ്തികയില്ല, ഇരുട്ടിന് സ്വയം നിലനിൽപ്പില്ല. എത്ര നാൾ വെളിച്ചമില്ലയോ അത്രയും നാളെ എന്തുള്ളൂ? ഇരുട്ടുള്ളൂ. വെളിച്ചം വരുമ്പോൾ എന്ത് മാറിപ്പോകും? ഇരുട്ട് മാറിപ്പോകും. അതൊക്കെ തന്നെയാണ് ഇരുട്ടിൻ്റെ പ്രത്യേകത. ഈ ഇരുളും വെളിച്ചവും തമ്മിലുള്ള ഒരു പോരാട്ടം എന്നും ഉണ്ട്, അല്ലേ? ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള ഒരു പോരാട്ടമുണ്ട്. അപ്പം പക്ഷേ ഇരുട്ട് മാറിപ്പോകണമെങ്കിൽ എന്ത് വരണം? വെളിച്ചം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയില്ല. അപ്പോൾ വെളിച്ചം വരിക, അത് ഇരുട്ടെന്ന് പറയുന്നത് സ്വയാസ്തിക ഇല്ലാത്ത ഒന്നാണ്. സ്വയാസ്തിക ഇല്ലാത്ത ഒന്നാണ് ഇരുട്ട് എന്ന് പറയുക. അപ്പോൾ എന്ന് വെളിച്ചം വരുന്നോ അത് മാറിപ്പോവും. അപ്പോൾ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ ക്രിസ്തുവിനെക്കുറിച്ച് യോഹന്നാൻ പറയുകയാണ്. ആ വചനമാണ്, വാക്കാണ്, ദൈവത്തിൻ്റെ വാക്ക്. സകലത ഉളവാക്കിയ ദൈവത്തിൻ്റെ വാക്ക് മുഖാന്തരമാണ് എല്ലാം ഉളവായത്. പക്ഷേ അവിടെ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടെ നിന്ന് എന്ത് കൊടുത്തു? അധികാരം കൊടുത്തു. അപ്പം ഇതൊരു പുതിയ ദൈവിക വെളിപ്പാടാണ്. ദൈവം വചനം ജഡമായിത്തീരുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുന്നു. യഹൂദന്മാർക്ക് അസ്പൃശ്യമാണ്, യഹൂദന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു ദൈവിക രഹസ്യമാണത്. കാരണം ദൈവം എന്ന് പറയുമ്പോൾ പഴയ നിയമ ചിത്തങ്ങളിലൊക്കെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആർക്കും ഒരു നാളും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനുമായ ദൈവം ഇവിടെ മനുഷ്യനായിട്ട് മനുഷ്യരുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അവർക്ക് തൊടാം, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടു, അവരുടെ കൂടെ അവരുടെ പടകിൽ കിടന്ന് ഉറങ്ങി, അവരുടെ വീട്ടിൽ വന്നു, അത്താഴം കഴിക്കുന്നു. ഇതൊന്നും മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. ദൈവം മനുഷ്യനായി. അപ്പം ഇവിടെ ഒരു പുതിയ ദൈവിക രഹസ്യത്തെ, ദൈവിക വെളിപ്പാടിനെ കാണിക്കുകയാണ്. ദൈവം ആരായിട്ട് മാറുന്നു? മനുഷ്യനായിട്ട് മാറും. നമുക്ക് തൊടാവുന്ന പാകത്തിൽ, നമുക്ക് സംസാരിക്കാവുന്ന പാകത്തിൽ ദൈവം ആരായി? മനുഷ്യനായി. ആ മനുഷ്യനായ ദൈവത്തെ ജഡാവതാരം എടുത്ത ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ആ ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടെ നിന്ന് എന്ത് കൊടുത്തു? അധികാരം. അവിടെ വലിയൊരു കാര്യമുണ്ട്. ഈ മനുഷ്യനായ മനുഷ്യരുടെയൊക്കെ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ആരുമില്ലെന്നൊരു ചിന്തയാണ്. അത് ഒരു വലിയ അന്യതാബോധമാണ് പല മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ. ഇപ്പം നമുക്ക് എല്ലാവരും ഉള്ളപ്പോൾ, അതുകൊണ്ടാണ് ആൾക്കൂട്ടത്തിൽ തനിയെന്നൊക്കെ പറയത്തില്ലേ, എല്ലാവരും ഉള്ളപ്പോൾ പോലും മനുഷ്യർക്ക് തോന്നും നമുക്കെന്തില്ല, ആരുമില്ല. സിറ്റി എന്ന് പറയും, കോട്ടയം ഒരു കൊച്ചു പട്ടണമല്ലേ. ഇപ്പോൾ സിറ്റി എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ഡെഫിനിഷൻ ഈ ഇവൻ കേട്ടു. സിറ്റി ഈസ് എ പ്ലേസ് വെയർ ദർ ആർ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ സ്റ്റേയിങ് ടുഗദർ. ആരോരുമില്ലാത്ത ഒത്തിരി മനുഷ്യർ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ് എന്ത്? സിറ്റി. ഒത്തിരി ഫ്ലാറ്റുകൾ. ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആരും ഇല്ലാത്ത കുറേ പേരാ. ആരോരും ഇല്ലാത്ത തെണ്ടി. ഞാനൊരു 6 അടി മണ്ണിൻ്റെ ജന്മി. കേട്ടിട്ടുണ്ടോ ചേച്ചി? കേട്ടിട്ടുണ്ടോ? പഴയൊരു നാടകാന, ആരോരും ഇല്ലാത്ത തെണ്ടി, ഞാനൊരു 6 അടി മണ്ണിൻ്റെ ജന്മി. അപ്പോൾ അങ്ങനെ ആരോരും ഇല്ലാത്ത കുറേ മനുഷ്യർ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലം, അതിൻ്റെ പേരാണ് എന്ത്? സിറ്റി. മനുഷ്യരായും മനുഷ്യരുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നം ആരും ഇല്ലെന്നൊരു ചിന്തയാണ്. ആ അന്യതാബോധവും അനാഥത്വമാണ് പലപ്പോഴും ആത്മഹത്യയിലേക്ക് കൊണ്ടുപോവുക, വിഷാദത്തിലേക്ക് കൊണ്ടുപോവുക, അല്ലേ? വിഷാദം ഇന്ന് രോഗം കൂടുകയാണ്, ഡിപ്രഷൻ ഇന്ന് കൂടുകയാണ്. വിഷാദ രോഗം, ആങ്സൈറ്റി ഡിസോർഡർ, മെൻ്റൽ പ്രോബ്ലംസൊക്കെ കൂടാനുള്ള ഒരു കാര്യം ആരുടെയും സങ്കടങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ആരും ഇല്ലാത്തതാണ് മനുഷ്യൻ്റെ ഒരു പ്രശ്നമെന്ന് പറയും. ഒരാൾ കേൾക്കാനുണ്ടായിരുന്നെങ്കിൽ പലപ്പോഴും ആരും മരിക്കില്ലായിരുന്നു. ആത്മഹത്യകൾ നമ്മൾ വല്ലാതെ കൂടുന്നുണ്ട്, വിഷാദ രോഗങ്ങൾ കൂടുകയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ പല പിള്ളേരും എന്തിനാ പോകുമെന്ന് ചോദിച്ചാൽ പണ്ട് പറയായിരുന്നു മെഡിസിന് പോവും, ഡോക്ടർ ആകണം, എൻജിനീയറാണ്. ഇന്ന് പല പിള്ളേരും ചോദിച്ചാൽ പറയും സൈക്കോളജിസ്റ്റ് ആകണം, BSc സൈക്കോളജി. കാരണം ഏറ്റവും നല്ലൊരു ഫീൽഡാണത്. ഒന്നാമത്തെ കാര്യം, ഇതിനെല്ലാം ഇച്ചിരി ലൂസാണ്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഈ എല്ലാവർക്കും ശകലിശയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒറ്റയ്ക്ക് ഇരുന്ന് എങ്ങോട്ടോ നോക്കി ചിരിക്കുന്നവർ കണ്ടിട്ടില്ലേ? വട്ടിൻ്റെ ആരംഭം വട്ടായിട്ടില്ല, ഓൺ ദ വെയിറ്റ് വട്ട. എനിക്കും അങ്ങനെ ഇടയ്ക്കുണ്ടായി ചെറിയൊരു വട്ട. കാരണം ഞാൻ തന്നെ ഇരിക്കുമ്പോൾ ഞാൻ ഒത്തിരി ഫോൺ ഇങ്ങനെ വരുമ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടായി. ഇടയ്ക്ക് തന്നെ ഇരിക്കുമ്പം ഫോൺ റിങ് ചെയ്യുന്ന കേൾക്കും. സ്ഥിരമായിട്ട് ഈ ഫോൺ എടുത്ത് തന്നെ ഇരിക്കുമ്പോഴും ഫോൺ റിങ് ചെയ്യുന്ന കേൾക്കും. അപ്പോൾ ആരുമില്ല, ഞാൻ ഈ ഫോൺ എടുത്ത് ഹലോ വെക്കും. അപ്പം ഞാനൊരാളെ കാണിച്ചപ്പോൾ പറഞ്ഞു വട്ടായിട്ടില്ല, ബട്ട് ഓൺ ദ വേ ടു വട്ട. പിന്നെ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ദിവസം ഓഫ് ചെയ്തിടാൻ പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ അങ്ങ് ഓഫ് ചെയ്തിട്ട്, എടുത്തില്ലെങ്കിൽ അതല്ലേ കേൾക്കത്തുള്ളൂ, വട്ടാകത്തില്ലല്ലോ. അപ്പം
പല മനുഷ്യരും ഈ വട്ടിൻ്റെ ഒരു പാതയിലൊക്കെയാണ്. അപ്പോൾ വട്ടെന്നൊക്കെ പറയുന്നത് ഈ എല്ലാവർക്കും ഒരു ചെറിയ ക്രൈസുണ്ട് ഇല്ലേ? അരപ്പിരി ഇല്ലാത്തവരൊന്ന് കൈപ്പൊക്കേക്ക്. ചെറിയ ഒരു ഞങ്ങൾ തമാശയ്ക്ക് പറയും ഷാജൻ പാസ്റ്റർക്ക് ഒരു ഇച്ചിരിയുണ്ട്. കാരണം അല്ലേ അത്ര ആവേശമൊന്നും കാണിക്കരുത്. പുള്ളിയുടെ ആവേശമൊക്കെ കാണുമ്പോൾ പറയും ഈ സത്യം പറഞ്ഞാൽ ആത്മപൂർണ്ണനാരാ, അങ്ങനെ വാക്യമുണ്ട്, ആത്മപൂർണ്ണനാരാ ഭ്രാന്തന. ഈ ബുദ്ധി കൂടിപ്പോയാൽ ഒരു കാര്യം ചെയ്യാൻ ഒക്കത്തില്ല. ഒക്കുമോ? ഇല്ല. നമ്മൾ ഈ ഭയങ്കരമായിട്ട് ചിന്തിച്ചാൽ ഒരു കാര്യം, കൺവെൻഷൻ നടത്തിയാൽ അടി കിട്ടും, പരസ്യം നടത്തിയാൽ ഇടി കിട്ടും, ഹോള് പണിതാൽ കേസെടുക്കും. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇതൊക്കെ അങ്ങ് ചെയ്യും. ചെയ്യണമെങ്കിൽ എന്തോ വേണം? ഇച്ചിരി ചാടി ഒരു ആവേശം എന്നൊക്കെ പറയുന്നതിൻ്റെ പേരല്ലേ, ഒരു ക്രൈസൊക്കെ വേണം. ഒരു ചാടി നിന്നാലേ ഒരു കാര്യം എന്ത് ചെയ്യത്തുള്ളൂ, നടക്കത്തുള്ളൂ. എന്നാലും അതൊരു പോസിറ്റീവ് ഫാക്ടറുമാണ് ഒരർത്ഥത്തിൽ. ഒരാവേശമൊക്കെ വേണ്ടേ? വേണം. ഒരാവേശം ഇല്ലാത്തവരെ കൊണ്ട് വല്ല കാര്യം നടക്കുമോ? ഒരു കാര്യം നടക്കരുത്. ഞങ്ങളുടെ പല വലിയ ഹോളുകളിൽ ആൺപ്രതിയോഗം നടത്തിയില്ല. എന്നാ കാര്യം എന്നറിയാമോ? ആൺപ്രതിയോഗം നടത്തി അപ്പവും കറിയും കൊടുക്കുമ്പോൾ അതിൻ്റെ പൈസ കോടീശ്വരന്മാരാണ്. അവസാനം അവർ തീരുമാനിച്ചു 8:30 ആകുമ്പം ഒരു പീസ് കേക്കും ഒരു കാപ്പിയും കൊടുത്ത് പിരിയാൻ. അതും പൈസയുടെ വട്ട. ഭയങ്കര ഇമ്മൻസിൽ റിച്ചാ, പൂത്ത കാശിരിക്കുന്നവരുടെ പരിപാടിയാണ്. സത്യം പറഞ്ഞ് ഞാൻ വായി പിടിച്ച പള്ളും മുഴുവൻ പറഞ്ഞവരെ. കാരണം അത് കഴിഞ്ഞപ്പോൾ അവരുടെ പിള്ളേരെല്ലാം കൂടെ റോഡിൽ പടക്കം പൊട്ടിക്കാൻ പോയി. ഇത് കഴിഞ്ഞപ്പോഴേ ഈ പിള്ളേരെല്ലാം കൂടെ റോഡിൽ എന്ത് പോയി? പടക്കം പൊട്ടിക്കാൻ പോയി. അപ്പോൾ ഇവർക്ക് ആർക്കും റിസ്ക് എടുക്കാൻ പോയി. റിസ്ക് എടുക്കണേ ഒരു ഇച്ചിരി തൻ്റെ ഇടവും ഒരു ധൈര്യവും ഒരു ആവേശമൊക്കെ വേണ്ടേ? അത് വേണം. അതില്ല. അതുകൊണ്ടാണ് ആത്മപൂർണ്ണനാരാണ് ഞാൻ തന്നെ. എന്നാലും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ആത്മഹത്യ എന്നൊക്കെ പറയുന്ന ചിന്തകളുണ്ടാകുന്ന വിഷാദം കൊണ്ടാണ്. ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നാത്തവരൊന്ന് കൈവക്കാവും. ഒരിക്കലെങ്കിലും മരിക്കണമെന്ന് തോന്നാത്ത ഒരാളുണ്ട്, 2 പേരുണ്ട്. ഒരിക്കൽ പോലും മരിക്കണമെന്ന് തോന്നാത്ത ഒരാൾ. സത്യമേ പറയും, ചാകണം തോന്നിയിട്ടേ ഇല്ല. ഞാൻ കയറിട്ടിട്ടുള്ള ഒരാളാണ്. ദൈവപുരാൻ്റെ കൃപ കൊണ്ട് രക്ഷപ്പെട്ടു പോയത്. ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് ഉണ്ടായ ഒരു സങ്കടത്തിൽ കയറിട്ടു. അന്നേരം എൻ്റെ അമ്മയ്ക്ക് തോന്നി എൻ്റെ വന്ന് മുട്ടണമെന്ന്. ഞാൻ മുട്ടിയില്ല. അമ്മയ്ക്ക് സംശയം തോന്നി. അമ്മ തൊഴിച്ചപ്പോൾ ഞാൻ ഇറങ്ങിപ്പോന്നു. ഏറ്റവും സങ്കടകരമായ കാര്യം, അന്നും ഞാൻ പാസ്റ്ററായിരുന്നേ. ആരോടും പറയല്ലേ, ലൈവാണെന്നറിയാം. എന്നാൽ അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിലൊക്കെ തോന്നുന്നൊരു കാര്യമാണ്. പക്ഷേ അന്നേരം ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കുകയൊക്കെ ചെയ്താൽ ഞങ്ങൾക്ക് ഒത്തിരി അനുഭവമുണ്ട്. ആത്മഹത്യ ചെയ്യാനും വേണ്ടി കയറി നിൽക്കുമ്പം ഞങ്ങളുടെ ഒരു സഹോദരൻ, ഞങ്ങളുടെ ഒരു പാസ്റ്റർ വിളിച്ചു. 3-4 വട്ടം വിളിച്ചപ്പോൾ ഇറങ്ങി വന്നു. വർത്തമാനം പറഞ്ഞപ്പോൾ അതങ്ങ് മറന്നുപോയി. ഞാനൊരു വട്ടം ആത്മഹത്യയെക്കുറിച്ച് പഠിക്കാതിരിക്കുക. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് വന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പുസ്തകമൊക്കെ ആയിട്ട് ഞാൻ ഇരിക്കുക. പുസ്തകവും കുറച്ച് നോട്ടൊക്കെ പ്രിൻ്റൊക്കെ എടുത്ത് വെച്ച് ഇരിക്കുക. ഒരു പവർ വിഷനിൽ ഒരു സീരീസ് ഓഫ് ടോക്കിന് വേണ്ടി, ആത്മഹത്യയെക്കുറിച്ചുള്ള സീരീസ് ഓഫ് ടോക്കിന് വേണ്ടി പഠിക്കുക. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് ചോദിച്ചു, എന്താ പഠിക്കുക? ഞാൻ പറഞ്ഞു, ആത്മഹത്യ. അപ്പോൾ അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലൊരു പയ്യൻ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അവനൊരു കയറും എടുത്തുകൊണ്ട് ഒരു വനത്തിൽ തൂങ്ങിച്ചാകാൻ പോയി. ഈ വനത്തിലോട്ട് തൂങ്ങിച്ചാകാൻ പോയപ്പോൾ ഈ വെപ്രാളമല്ലേ, ഇവന് വയറ്റിൽ നിന്ന് പോകണമെന്ന് തോന്നി. അപ്പം അവനൊരു പാറയുടെ പുറത്ത് പോയിരുന്ന് ആഘോഷമായിട്ട് വയറ്റിൽ നിന്ന് പോയി. നല്ലപോലെ വയറ്റിൽ നിന്ന്. ഈ വെപ്രാളപ്പെട്ട് പോകുമ്പോൾ നല്ലപോലെ പോകത്തില്ലേ? നല്ലപോലെ പോയി. ആ വെപ്രാളത്തിൽ നല്ലപോലെ പോയി കഴിഞ്ഞപ്പോഴാണ് അവനോർത്ത് ഈ കോലത്തിൽ പോയി കെട്ടി അന്ന് അഴിക്കുന്നവർക്ക് നാറത്തില്ലേ. അപ്പോൾ താഴെ ഒരു അരുവിയുണ്ട്, അവിടെ പോയി കുളിച്ചിട്ട് ചാകാമെന്ന് ഓർത്തു. അവിടെ പോയി ശരിക്കും കുളിച്ച് കയറിയപ്പോൾ ഈ ആത്മഹത്യ ചെയ്യുന്ന കാര്യം മറന്നുപോയി. അവൻ ഈ കയറും കൊണ്ട് പോയപ്പോൾ ഒരുത്തൻ ചോദിച്ചു, നീ എവിടെ പോയതാണ്? ചാകാൻ പോയാന്ന് പറഞ്ഞു. അയാൾ ആ കയറ് മേടിച്ച് അവിടെ പഴക്കൊല കെട്ടി തൂക്കി. അപ്പോൾ ശരിക്കും വയറ്റിൽ നിന്ന് പോകാനുള്ളതേ ഉള്ളൂ എന്ത്, ഈ ആത്മഹത്യ എന്നൊക്കെ പറയും. എന്നാലും ആ സമയത്ത് ആരെങ്കിലുമൊക്കെ ഒന്ന് ഇടപെടണോ, അതാണ് അതിൻ്റെ ഒരു കാര്യം. ഒരു വിളി, ഒരു പറച്ചിൽ ഒക്കെ ആരോടെങ്കിലും ഒന്ന് സങ്കടമൊക്കെ പറഞ്ഞാൽ പലരും എന്ത് ചെയ്യത്തില്ല, ആത്മഹത്യ ചെയ്യത്തില്ല. അതാണ് അതിൻ്റെ ഒരു പരമാർത്ഥമായ കാര്യം. പലപ്പോഴും ഈ സിനിമാ നടന്മാർ, വലിയ പണക്കാരൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് എന്ത്, അവരേറ്റവും ഒടുവിൽ എഴുതി വെക്കും, എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് ആരും ഇല്ല എന്നുള്ളത്. സിൽക്ക് സ്മിതയുടെ വാക്കുകളായിരുന്നു. എല്ലാവരും ഉണ്ട് പക്ഷേ അവസാനം എനിക്ക് ആരുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ഒരു പ്രശ്നം എന്നൊക്കെ പറയും. അപ്പോൾ ഈ അനാഥത്വം മാറുന്ന ഒരിടം
ക്രിസ്തുവിൻ്റെ ഇടവ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ആരായി മാറും? ദൈവ മക്കളായിത്തീരും. അപ്പോൾ അവർ പിന്നെ അനാഥരല്ല. അവർക്കൊരു ആരുണ്ട്? പിതാവുണ്ടെന്നുള്ളൊരു ബോധ്യമുണ്ട്. പിതാവുണ്ട്. ഈ പിതാവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്നും വഴക്കുണ്ടാക്കുന്ന പിതാവല്ല, എല്ലാത്തിനും കംപ്ലൈൻറ്റ് പറയുന്നൊരു പിതാവല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കും മുമ്പ് അറിയുന്നൊരു പിതാവ്. എബരിയാസിൻ്റെ കടൽക്കരയിൽ ഈ മക്കളൊക്കെ പിണങ്ങിപ്പോകുന്നുണ്ട്. മക്കൾ തിരിച്ചു വരുമ്പോൾ കുഞ്ഞുങ്ങളെ വല്ലതും കഴിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ തെറ്റിപ്പോയ മക്കളെ, നേരം വെളുക്കോളം ഒന്നും കിട്ടാതെ വന്ന മക്കളെ രണ്ട് കരവും നീട്ടി ചൂടൊക്കെ ഉള്ള അപ്പമൊക്കെ ആയിട്ട് ഈ കടലിൻ്റെ കരയ്ക്കിരിക്കുന്ന ഒരു പിതാവുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നു, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ്. അപ്പം നമ്മുടെ അനാഥത്വം മാറ്റുന്ന ഒരിടമാണ് എവിടെ? എല്ലാവരും പറഞ്ഞ് അനാഥത്വം മാറ്റുന്ന എവിടെ? ക്രിസ്തുവിനെ സ്വീകരിച്ചവൻ ഒരിക്കലും ആരല്ല? അനാഥനല്ല. അവനറിയാം, അവനെ കേൾക്കാൻ, അവനെ കാണാൻ, അവന് പറയാൻ ഒരാളുണ്ട്. ആ ദൈവം നമ്മുടെ പിതാവാണ്. ആ പിതാവായ ദൈവത്തെ അറിയാൻ കഴിയുന്നത് ക്രിസ്തുവിലൂടെയാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് ഇച്ചൂടെ അപ്പുറമാണ്. കാരണം വിശ്വസിച്ചാൽ മാത്രം പോരാ. വിശ്വാസം എന്നുള്ള അർത്ഥത്തിൽ ഭൂരിപക്ഷം പേരും ആരാ? വിശ്വാസികളാണ്. പക്ഷേ വിശ്വാസത്തിനപ്പുറത്തൊരു കാര്യമാണ് കൈക്കൊള്ളുക എന്ന് പറയും. കൈക്കൊള്ളുക എന്ന് പറയുന്നത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ്. ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഒന്നിൻ്റെ പേരാ എന്ത്? കൈക്കൊള്ളുക. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്തായി തീരാം? അപ്പോൾ ഒരു പുതിയ ദൈവിക രഹസ്യത്തെ, ദൈവിക വെളിപ്പാടിനെ അവിടെ കൊടുക്കുകയാണ്. ദൈവം ആരായിട്ട് മാറി? മനുഷ്യനായി. ആ മനുഷ്യനായി മാറിയ ക്രിസ്തുവിനെ സ്വീകരിക്കുക. മറ്റൊരു കാര്യം കൂടെ അവിടെ ഉണ്ട്. അവൻ ലോകത്തിലേക്ക് വന്നു, ലോകമോ അവനെ എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. അവിടെ ഒരു അല്പം ദുസൂചനയുണ്ട്. ആദ്യത്തെ വരവിൽ ക്രിസ്തു ജഡാവതാരം എടുത്ത് വന്നപ്പോൾ പലർക്കും കർത്താവിനെ അറിയാൻ കഴിഞ്ഞില്ല, മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു സങ്കടം. സ്വന്തമായവരോ അവനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. ലോകത്തിലേക്ക് വന്ന് ലോകമോ അവനെ എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. ഇനി രണ്ടാമത്തെ വരവിൽ ഇതൊരു ദുരന്തമാണ്. അത് ഓർക്കപ്പെടേണ്ട കാര്യമാണ്. കർത്താവ് ചെല്ലേന്നൊക്കെ പറയുന്ന എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ. ഞാൻ നിങ്ങളെ സങ്കടമാണ്. ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല? ആരോടായി പറയുക? ആരോടായി പറയുക? അവൻ്റെ നാമത്തിൽ ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്തവരോട് കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. എനിക്കത് ഭയങ്കര ഭയമാണ്, അറിയുന്നില്ലെന്നുള്ളൊരു വാക്ക്. അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ, ഓർക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഓർപ്പിക്കാമായിരുന്നു. ഡെലിവറൻസ് ചർച്ചിൽ ജനുവരി മാസം 31 രാവിലെ ഞാനില്ലായിരുന്നു എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞത് അറിയുന്നില്ലെന്നല്ല, ഓർക്കുന്നില്ലെന്നല്ല, പിന്നെന്താ? അപ്പോൾ അവിടെ ഒരു ഗൗരവമായൊരു പ്രശ്നമുണ്ട്. കർത്താവിൻ്റെ പേരിൽ അറിയപ്പെട്ട പലരെയും ആരറിയത്തില്ല? കർത്താവ് അറിയത്തില്ല. കർത്താവിൻ്റെ പേരിൽ അറിയപ്പെട്ട പലരെയും ആരറിയത്തില്ല? കർത്താവ് അറിയത്തില്ല. ഞാനൊരിക്കൽ തിരുവനന്തപുരത്തുനിന്ന് വരികയാണ്. ഈ എളിയദാസിൻ്റെ ഇപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന മോനൊന്ന് വണ്ടി ചവിട്ടിയിട്ട് പറഞ്ഞ്, അച്ഛൻ നോക്കിക്കേ, എന്താണ്? ഒരു മരത്തിൽ എൻ്റെ ഭയങ്കര ഒരു ഫോട്ടോ ഇങ്ങനെ നിൽക്കുകയാണ്. പാസ്റ്റർ പ്രിൻസ് റാന്നി പ്രസംഗിക്കുന്നത്. അവനതിൻ്റെ ചവിട്ടി നിർത്തി അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പോവുക. പക്ഷേ എനിക്ക് പേടിയാണ് തോന്നിയത്. മരത്തിന്മേ തൂങ്ങുന്നവനെല്ലാം ആരാ? ഇതെല്ലാം കാണിച്ചിട്ട് അവസാനം അവിടുന്ന് അറിഞ്ഞില്ലെങ്കിലോ? അപ്പോൾ ഏറ്റവും ഗൗരവമായിട്ട് ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. അന്നത്തെ രാത്രിയിൽ, ആ ദിവസത്തിൽ ആരറിയണം? കർത്താവ് അറിയണം. അതിനുവേണ്ടി നമ്മൾ ചിട്ടയോടുകൂടിയ ഒരു ജീവിതം നയിച്ചു നോക്കത്തുള്ളൂ. പല്ലേം കർത്താവ് അറിയുമോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. കാരണം എൻ്റെ നാമത്തെ അറിയപ്പെട്ട പല്ലേം ആരറിയണം എന്നില്ല കർത്താവ്. അപ്പോൾ അത് എന്നെ ഇച്ചിരി ഭയപ്പെടുത്തുന്നുണ്ട്. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. എനിക്കറിയാവുന്ന ഭയങ്കര ഒരു നല്ല വിശ്വാസ കുടുംബം. അപ്പോൾ ആ കുടുംബം ഒരു കുടുംബമായിട്ട് വഴക്കുണ്ടായെന്ന് എനിക്കറിയാം. ഞാനിത് പലയിടത്തും പറഞ്ഞു. അപ്പോൾ ആ കുടുംബം വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഒന്ന് കുറച്ചേക്കാം മോനെ. ആ കുടുംബം വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ അയൽവക്കക്കാരെ ചീത്ത വിളിച്ചെന്ന് പറയുമ്പോൾ ആൻറ്റി, അവിടുത്തെ അമ്മാമ്മ തുടങ്ങി അച്ഛനെ ഏറ്റുപിടിച്ചു. നല്ല ചീത്ത വിളിച്ചു എന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ ഞാനിത് എൻ്റെ സഭയിൽ നല്ല ചീത്തെന്ന് വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മായിപ്പൻ എന്നോട് പറഞ്ഞു, നല്ല ചീത്തയെന്ന് പറയരുത്. കാരണം ചീത്ത ഒരിക്കലും എന്തല്ല, പരത്തെറിയുന്നേ പറയാവൂ, നല്ല ചീത്തയെന്ന് പറയല്ല. കാരണം ചീത്ത ഒരിക്കലും എന്തല്ല, അതല്ല. ഏതായാലും ചീത്ത വിളിച്ച് ഇവർ റെക്കൺസൈൽ ആയില്ല. അപ്പോൾ അയൽവക്കത്തുണ്ടായിരുന്നൊരു പയ്യൻ എന്നോടൊന്ന് പറഞ്ഞു, ഇവരെ ഭയങ്കര തെറിവിളിയായിരുന്നു, ഇന്ന ഭാഷയാണ് വിളിച്ചെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അവരോടൊന്ന് ചെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവർ ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അവർ ചോദിച്ചാൽ സ്വീകരിക്കുന്ന ആൾക്കാരല്ല. ഈ തിരുത്തപ്പെടാൻ തയ്യാറല്ലാത്ത ആരെയും നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തില്ല,
അതൊരു വലിയ സ്വയം തിരുത്താൻ തയ്യാറാകാത്ത ആരെയും ദൈവത്തിന് പോലും തിരുത്താൻ ഒക്കത്തില്ല കേട്ടോ. ദൈവത്തിന് വെട്ടിക്കളയാം, പക്ഷേ തിരുത്താനൊക്കുമോ? തിരുത്തണമെങ്കിൽ നമ്മളോട് എന്ത് ചെയ്യണം? അനുവദിക്കണം. കാരണം അവൻ മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും പരിശുദ്ധാത്മാവും നമ്മളോട് ഇടപെടും. ഈൽഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? നമ്മുടെ ആവശ്യം. അപ്പോൾ ഇവരെ തിരുത്തപ്പെടാൻ തയ്യാറാകുന്നവരല്ല. അതുകൊണ്ട് ഞാനും പറഞ്ഞില്ല. കുറേ നാൾ മുമ്പോട്ട് പോയി. ഒരു 1.5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ കുറേ സഹോദരന്മാർ ആ ദേശത്തോട് ഇങ്ങനെ പോയപ്പോൾ ഒരു രാത്രിയാണ് പലയിടത്ത് കയറി ഈ വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങളെല്ലാം കണ്ടപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് പായുടെ ഇച്ചിരി ഒന്ന് പ്രാർത്ഥിക്കാം, നിങ്ങളെല്ലാം കൂടെ വന്നാൽ. അവർ പായൊക്കെ ഇട്ട് അങ്ങോട്ട് ഇരുന്ന് അങ്ങ് ആരാന തുടങ്ങി. എൻ്റെ അമ്മ, അന്യഭാഷ എന്നൊക്കെ പറഞ്ഞാൽ കട്ടുകെട്ടി സാധനമാണ് വരുന്നത്. ചേച്ചി അന്യഭാഷ പറയുന്നു, അച്ഛൻ ഏറ്റു പറയുന്നു, അവരങ്ങോട്ട് പോരാടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഒരു ബിസിനസ്സുകാരനുണ്ട്. പുള്ളിക്ക് കൃപാവരങ്ങളുള്ള ഒരാളാണ്. മിനിമം 3 കൃപാവരം ഉള്ളതായിട്ട് എനിക്കറിയാം. ഭാഷയും വ്യാഖ്യാനവും പ്രവചനവുമുണ്ട്. പുള്ളി എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു, പോയേക്കാം, സ്ഥലം കാണാൻ പറഞ്ഞു. അപ്പം ഞാനോർത്ത് ഇത്രയും നല്ല ആരാധന നടക്കുമ്പോൾ ഇദ്ദേഹം തന്നെ പോകാമെന്ന് പറയുക. പുള്ളിയോട് പറഞ്ഞ് നിർത്തി ഞാൻ പിന്നെ ഒരു നടത്തി നിർത്തി ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, ഇയാൾ എന്നോ മനുഷ്യനെ നല്ല ആരാധന നടക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്യിച്ച് ഇവർ ഈ അടുത്തിടയ്ക്കാണ് ആരെങ്കിലും ചീത്ത വിളിച്ചു. ഞാൻ ചോദിച്ചു, അതന്നെ ആൻറ്റി വിളിച്ചത് ഇന്നതെറിയുക, അച്ചായൻ വിളിച്ചത് ഇന്നതെറിയുക. ഇയാൾക്ക് വ്യാഖ്യാനമുണ്ട്. അന്യഭാഷ വിളിച്ചത് മുഴുവൻ തെറിയ. ഈ മനുഷ്യനറിയത്തില്ല ഇവർ വഴക്കുണ്ടാക്കിയ കാര്യം. പക്ഷേ എനിക്കറിയാമായിരുന്നു. ഇതൊന്നും അറിയാതെ അദ്ദേഹം പറഞ്ഞു, ഇവർ വിളിച്ചത് മുഴുവൻ എന്താ? തെറിയ. അപ്പം ചീത്ത വിളിച്ചിട്ട് അന്യഭാഷ പറഞ്ഞാൽ എന്തോ വരും? പുള്ളിയെ കൊണ്ടുവരണോ? ചീത്ത വിളിച്ചിട്ട് അന്യഭാഷ പറഞ്ഞാൽ എന്തോ വരും? ചീത്ത വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രവാസകാലം എങ്ങനെ കഴിക്കണം? ഭയത്തോടെ കഴിക്കണം. വളരെ ഗൗരവമായിട്ട് ഓർക്കേണ്ട കാര്യമാണ്. പ്രവാസകാലം എങ്ങനെ കഴിക്കണം? ഭയത്തോടെ കഴിക്കണം കേട്ടോ. പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. നമ്മളെപ്പോഴും ഓർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വീടുകളിൽ പോലും നമ്മൾ പറയുന്ന പല വാക്കുകളും നമുക്ക് എന്തായിട്ട് മാറാം? കുരുക്കായിട്ടും കെണിയായിട്ടൊക്കെ മാറാം. നിൻ്റെ വായിലെ വാക്കുകളാൽ നീ എന്ത് ചെയ്യപ്പെടും? വിധിക്കപ്പെടും. അതുകൊണ്ട് പ്രവാസകാലം എങ്ങനെ കഴിക്കണം? ഭയത്തോടെ കഴിക്കണം. എല്ലാവരും പറഞ്ഞേ, പ്രവാസകാലം ഭയത്തോടെ. നമുക്കൊറ്റ പ്രാർത്ഥനയാകാവൂ. ഇവിടെ വലുതായിട്ടൊന്നും അറിയപ്പെട്ടില്ലെങ്കിൽ പോലും അന്ന് അവനെന്നെ എന്ത് ചെയ്യണം? അറിയണം. എന്നിട്ട് പറയണം, നല്ല ദാസനും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അത്യല്പത്തിൽ ആരായിരുന്നു? വിശ്വസ്തനായിരുന്നു. ഞാൻ നിന്നെ അധികത്തിന് എന്താക്കും? വിചാരരാക്കും എന്നുള്ളൊരു സൗണ്ടൊക്കെ കേൾക്കാൻ ഒത്തെങ്കിൽ അതിപരം ഭാഗ്യം എന്താ? നല്ല ദാസനെന്നു ചൊല്ലുന്നാൾ തൻ്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ നന്ദിയോടൻ പ്രിയൻ മുൻപിൽ ചൊരിഞ്ഞി നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിട ഭാഗ്യമേറും വാഗോത്സവ വാഴ്ചകാലം വരുന്നല്ലോ. ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ രാജാവെഴുന്നള്ളുമ്പോൾ തൻ്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ. ഓ എൻ്റെ രാജാവ്, കരങ്ങളെല്ലാം ഉയർത്തി പ്രാർത്ഥന. തൻ്റെ മുൻപാകെ മാർവിലെന്നെ ചേർത്തിടും തൻ പൊന്നുമാർവിൽ മുത്തിടും ഞാൻ. മാർവിലെന്നെ ചേർത്തിടുതാൻ പൊന്നുമാർവിൽ മുത്തിടും. ഹായ് എനിക്ക് ഇരുകരങ്ങൾ ഉയർത്തിപ്പാടിക്കേ. ഹായ് എനിക്ക് മഹാഭാഗ്യം ഒരുക്കിയേ എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ഓ എൻ്റെ രാജാവെഴുന്നള്ളുമ്പോ
തന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ എന്റെ രാജാവെഴുന്നള്ളുമ്പോൾ തന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ മാർവിലെന്നെ ചേർത്തിടും തൻ പൊന്നുമാർവിൽ മുത്തിടും ഞാൻ. മാർവിലെന്നെ ചേർത്തിടും തൻ പൊന്നുമാർവിൽ എനിക്ക് ദൈവമേ നീ ഒരുക്കിയേ എനിക്ക് മഹാഭാഗ്യം ഒരുക്കിയേ എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ. അപ്പാ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. നല്ല ദാസനെന്നു ചൊല്ലുമ്പോൾ തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ നല്ല ദാസനെന്നു ചൊല്ലുമ്പോൾ തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ നന്ദിയോടെ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരി. നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ ഭാഗ്യമേറും മഹോത്സവകാലം വരുന്നല്ലോ. ഭാഗ്യമേറും മഹോത്സവ കാലം വരുന്നല്ലോ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ. വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ഓ എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ. വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. കുഞ്ഞാടാകും എന്റെ പ്രിയന്റെ യോൻപുരി ചെന്നു ചേരാ. ഭാഗ്യമുണ്ടെങ്കിൽ ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ലേശമെന്നിൽ ലേശമില്ല ഈശനെ ഞാൻ. ക്ലേശമെന്നെ ലേശമില്ല എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ. വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ. വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു.